ആലപ്പുഴ കാട്ടൂരിൽ 13 വയസ്സുകാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയുടെ വീട്ടിലെത്തി. കേസിൽ പോലീസിനോട് CWC റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ അധികൃതരിൽ നിന്നും മൊഴിയെടുക്കും. വിദ്യാഭ്യാസ വകുപ്പ്, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് CWC റിപ്പോർട്ട് നൽകും. കാട്ടൂരിലെ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥി പ്രജിത്ത് മനോജ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ചത്. കലവൂർ കാട്ടൂരിലെ വിസിറ്റേഷൻ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി പ്രജിത്ത് ജീവനൊടുക്കിയതിൽ പ്രതിഷേധം വ്യാപകമാകുന്നതിനിടെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയുടെ വീട്ടിലെത്തിയത്. മാതാപിതാക്കൾ, സഹോദരൻ, ബന്ധുക്കൾ എന്നിവരിൽ നിന്നും ചെയർപേഴ്സൺ വസന്തകുമാരി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കേസിൽ മണ്ണഞ്ചേരി പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ അധികൃതരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. സ്കൂളിനെ പറ്റി പരാതി പറയുന്നുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ HMൻ്റെ സ്കൂളിൻ്റെ അധികാരികളിൽ നിന്ന് റിപ്പോർട്ട് അതാദ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിൻ്റെ റിപ്പോർട്ട്, ഇത് രണ്ടും കളക്ട് ചെയ്തിട്ട് നമ്മളത് ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പിനും, അതായത് സർക്കാരിനും അതിൻ്റെ റിപ്പോർട്ട് നൽകും. കുറ്റക്കാരെ കണ്ടെത്തി അതിന്മേൽ കർശന നടപടി ഉണ്ടാകണമെന്ന്. കൂട്ടുകാരന് തലകറക്കം വന്നപ്പോൾ വെള്ളം കുടിക്കാൻ ഒപ്പം പോയതിന് കായികാധ്യാപകൻ ക്രിസ്തുദാസ് ചൂരൽ കൊണ്ടടിക്കുകയും മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുകയും ചെയ്തതായി പിതാവ് മനോജ് മണ്ണഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കുട്ടികളുടെ അടക്കം മൊഴിയെടുത്തിരുന്നെങ്കിലും അന്വേഷണം വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വ്യക്തമായിട്ട് ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നമുക്ക് തന്നിട്ടില്ല. അവർ ചോദ്യം ചെയ്യുന്നുണ്ട്, ഓരോരുത്തരെ കാണാൻ പോകുന്നുണ്ടെന്നൊക്കെ, കുട്ടികളെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം മകന്റെ ആത്മഹത്യക്ക് പിന്നിൽ അധ്യാപകരുടെ മാനസിക ശാരീരിക പീഡനമെന്ന് കാട്ടി പിതാവ് മനോജ് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന ശേഷമാണ് കുട്ടി വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. ജനം, ആലപ്പുഴ.